ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം. ഇല്ലെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാം, ഇല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. അപ്പോൾ എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. അതായിട്ട് കാണുന്ന കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. എന്നാൽ ശരി, നമുക്ക് വീഡിയോ എന്താണെന്ന് കണ്ടു നോക്കാം. പാത്രത്തിലോട്ട് 3/4 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ എടുക്കുക. ഇപ്പം ഞാൻ ഗോതമ്പിൻ്റെ പൊടിയിലാണ് ഉണ്ടാക്കുന്നത്, ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്ന പൊടി. പിന്നെ അതിലോട്ട് ഒരു 1/4 ടീസ്പൂണിൽ കുറച്ച് താഴെ ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്കിതിന് വേണ്ടത് 1/2 ടീസ്പൂണ് നെയ്യാണ് ചേർക്കുന്നത്. നെയ്യ് ചേർത്തതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഉപ്പും നെയ്യും എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ടാണ് കൈ വെച്ചിട്ട് തന്നെ മിക്സാക്കാൻ പറയുന്നത്. നമുക്കിത് കുഴച്ചെടുക്കാനുള്ള വെള്ളം കൂട്ടി ഒഴിച്ചു കൊടുക്കണം. ഇതിനായിട്ട് ഞാനിപ്പോൾ ഇളം ചൂട് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതൊഴിച്ചിട്ട് നമുക്ക് ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്നത് പോലെ നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അങ്ങനെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ആവശ്യമുള്ളത് 2 നേന്ത്രപ്പഴമാണ്, നല്ല പഴുത്ത പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോഴത്തേക്കും അതിലോട്ട് 2 സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊക്കെ ചൂടായി വരുന്നുണ്ട്. ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഇട്ട് കൊടുക്കണം. നമുക്കിതിലൊന്ന് വാട്ടിയെടുക്കണം. പഴം ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കാം. അതിനാണ് ഞാൻ പറഞ്ഞത്, നല്ല പഴുത്ത പഴങ്ങൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റും. അധികം ചേരുവകളൊന്നും ഇല്ല, വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നുള്ളത്. വളരെ എളുപ്പത്തിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം കൂടിയാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ റെസിപ്പി ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ പഴം വാടുന്നത് വരെ നമുക്കൊന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ പഴമൊക്കെ ഒടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് 2 കോഴിമുട്ടയാണ് വെച്ച് കൊടുക്കുന്നുള്ളത്. ഞാനിപ്പോൾ 2 പഴത്തിന് 2 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെല്ലാം കൂടി മിക്സാക്കി എടുക്കണം. ഈ സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലോട്ട് പഞ്ചസാര ചേർക്കാം. ഇപ്പം ഞാൻ ചേർക്കുന്നില്ല, പഴത്തിന് നല്ല മധുരമുണ്ട്. അല്ലാതെ മധുരമായിട്ട് ഞാൻ ചേർക്കുന്നില്ല. ഇതിന് പകരം പഞ്ചസാരയോ ശർക്കരയോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇതൊന്ന് മുട്ട ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കിതിൻ്റെ തീ ഓഫാക്കാം. ആ മുട്ട അങ്ങനെ ഇതേപോലെ ഒന്ന് ചിക്കി ഉടച്ച് കൊടുത്തിട്ട് നമുക്ക് തീ ഓഫാക്കിയിട്ട് മറ്റൊരു പാത്രത്തിലോട്ട് ഇതിനെ മാറ്റി കൊടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ഒന്നും കൂടി നല്ല സോഫ്റ്റായിട്ടുണ്ട്. കൈ വെച്ചിട്ട് ഒന്നും കൂടി ഇങ്ങനെ ആക്കിയതിന് ശേഷം നമുക്ക് എത്ര എണ്ണം വേണം അത്രയും നമുക്ക് ബോളാക്കി മാറ്റാം. ഇപ്പോഴും ഞാനിവിടെ 3 എണ്ണമാണ് ആക്കുന്നുള്ളത്. അതിന് 3/4 കപ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള പൊടിയും പഴമൊക്കെ എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിനൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ ഒരെണ്ണം പരത്തിയെടുത്തിട്ടുണ്ട്. നല്ല നേരിയതായിട്ട് തന്നെ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഷേപ്പൊന്നും വേണമെന്നില്ല, പരത്തിയെടുത്താൽ മതി. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ഫില്ലിങ് ഇതിൻ്റെ നടുക്കായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. ഇതേപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ബോക്സ് പോലെ ഷേപ്പാക്കി കൊടുക്കാം. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇത് 2 സൈഡിൽ നിന്നും ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കണം. എന്നിട്ട് കൈ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. ഇനി ഈ സൈഡിൽ നിന്നും ഇതേപോലെ ഫില്ലിങ്ങൊന്നും പുറത്ത് വരാത്ത രീതിയിൽ വേണം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇപ്പം നമുക്കൊരു ബോക്സ് പോലെ കിട്ടിയിട്ടുണ്ട്. വിരൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അവിടെ ഒട്ടിയിരുന്നോളും. ഇനി നമുക്ക് ഒന്ന് നേരിയതായിട്ടൊന്ന് പരത്തിയെടുക്കാം. കൂടുതൽ വേണ്ട, ഒന്ന് അവിടെ ഫില്ലിങ് നല്ല മര്യാദയ്ക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പരത്തി വെച്ചിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ള 2 എണ്ണം ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ 3 എണ്ണം ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ ചൂടാക്കാൻ വെക്കാം. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ മാത്രം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതെല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇത് തിരിച്ചിട്ടുണ്ട്. ഇനി ആ സൈഡും ഇതേപോലെ ഒന്ന് മൊരിയുമ്പോൾ നമുക്കിതിൽ നിന്ന് എടുത്ത് മാറ്റാം. അതങ്ങനെ റെഡിയായിട്ട് ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഈസി ആയിട്ടുള്ളൊരു സ്നാക്സോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.